അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 109. അഗ്നിയുടെ ശ്വാസം ജ്വാലയുടെ കഴുത്തിൽ തട്ടുന്നത് അവൾ അറിഞ്ഞു. അവന്റെ ഷോൾഡറിലിരിക്കുന്ന അവളുടെ കൈകൾ ഒന്നുകൂടി മുറുകി. അഗ്നി അവളുടെ കഴുത്തിലേക്ക് മുഖമടുപ്പിച്ചു. ജ്വാലയുടെ കണ്ണുകൾ പിടച്ചു. എന്നുമ്പോൾ കഴുത്തിൽ ഉമ്മ വയ്ക്കുമായിരിക്കും, ചിലപ്പോ പാട് വീഴ്ത്തുമായിരിക്കും. അതാണ് അവളുടെ ചിന്ത. പക്ഷെ ആ നീക്കം പോലും അവൾക്ക് താങ്ങാനാവില്ല എന്ന് ജ്വാലയ്ക്ക് നന്നായിട്ട് അറിയാം. കുഞ്ഞ, അവളുടെ കഴുത്തോളം ചെന്നെത്തിക്കൊണ്ട് അവൻ ആർദ്രമായി വിളിച്ചു. ഉം അവൾ വിറയലോടെ മൂളി. എന്റെ നെറ്റിയിലെ മുറിവ് മറക്കല്ലേട്ടോ, അനങ്ങാതെ ഇരിക്കണം, ഇഷ്ടം കൊണ്ടല്ലേ. ഉം അവൻ പറഞ്ഞതും അവൾ വിറയലോടെ മൂളി. അതേ നിമിഷം അഗ്നിയുടെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു. ജ്വാലയിൽ നിന്നും വികാരത്തോടെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. അഗ്നിയുടെ കൈകൾ അവളുടെ ഇടുപ്പിന്റെ ഇരുഭാഗത്തുമായി അമർന്നു. ദേവേട്ട, അവൾ ഏങ്ങലോടെ വിളിച്ചു. അതേസമയം കഴുത്തിൽ അമർന്ന ചുണ്ടുകൾക്കൊപ്പം അവൻ അവിടെ ഒന്ന് നുണഞ്ഞു. പിടപ്പോടെ ജ്വാല മുഖം വെട്ടിക്കാൻ ശ്രമിച്ചു. എനിക്ക് വേദനിക്കും കുഞ്ഞാ. അവളുടെ നീക്കം മനസ്സിലായ പോലെ അവൻ പതിയെ പറഞ്ഞു. ജ്വാല കണ്ണുകൾ വെട്ടി തുറന്നു. പക്ഷെ അഗ്നിയുടെ ചുണ്ടുകൾ അവളിൽ എന്തോ തേടും പോലെ ആ കഴുത്തിൽ അലയുന്നു. ജ്വാലയുടെ കഴുത്ത് പുറകിലേക്ക് മലർന്നു പോയി. കൈകൾ അവന്റെ ഷോൾഡറിൽ നിന്നും അവന്റെ നെഞ്ചിലേക്ക് എത്തി നിന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ആകമാനം അലഞ്ഞു നടക്കുമ്പോൾ ജ്വാലയുടെ നഖം അഗ്നിയുടെ നെഞ്ചിലാഴ്ന്നു പോയി. പക്ഷെ ആ വേദനയൊന്നും അവൻ അറിയുന്നില്ലായിരുന്നു. ആ ഒരു നിമിഷത്തിൽ മാത്രം അത്രമേൽ ലയിച്ചു പോയിരിക്കുന്നു ഇരുവരും. അഗ്നിയുടെ കൈകൾ അവളുടെ ഷോൾഡറിൽ നിന്നും ഡ്രസ്സ് വലിച്ചു താഴ്ത്തി. ജ്വാലയിൽ നിന്നും കിതപ്പുകൾ ഉയർന്നു. അവൻ അവളെ അങ്ങനെ തന്നെ ഉയർത്തി അവന്റെ മടിയിലേക്ക് നേരെ ഇരുത്തി. ജ്വാല അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവളുടെ ഷോൾഡറിൽ അവന്റെ ചുണ്ടുകൾ അമർന്ന നിമിഷം അവളുടെ കൈകളുടെ മുറുക്കത്താൽ അവന്റെ ഷർട്ടിന്റെ ആദ്യത്തെ ബട്ടൺ പൊട്ടിപ്പോയി. ജ്വാലയുടെ കൈകൾ അതിനിടയിലൂടെ ആദ്യമായി അവന്റെ നെഞ്ചിലായി അമർന്നു. അവൻ വിറച്ചുകൊണ്ട് അവളുടെ ഷോൾഡറിൽ പതിയെ പല്ലുകൾ അഴ്ത്തി. ദേവേട്ട, അവളിൽ നിന്നുയരുന്ന സീൽക്കാര ശബ്ദം. അവൻ മൂളിക്കൊണ്ട് ഷോൾഡറിൽ നിന്നും പല്ലുകൾ അകത്തി മാറ്റി. പക്ഷെ അവിടെ അവന്റെ ചുണ്ടുകളുടെ ചലനം പിന്നെയും കൂടുന്നു. ജ്വാലയാകെ പരവശപ്പെട്ടുപോയി. അനങ്ങിയ അവന് വേദനിക്കില്ലേ എന്ന പേടി കൊണ്ട് അനങ്ങാനും വയ്യ. എന്നാൽ അവന്റെ ചുണ്ടുകളുടെ ചലനത്തിൽ അനങ്ങാതെയും വയ്യ എന്ന പോലെ ആയിട്ടുണ്ട് പെണ്ണ്. നഗ്നമായ ഷോൾഡറിൽ പതിയെ ചുണ്ടു പതിപ്പിച്ചുകൊണ്ട് വീണ്ടും അവളുടെ കഴുത്തിലേക്ക് എത്തിയവന്റെ മുഖം ഇത്തവണ അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന നീല ഞരമ്പിനെ പതിയെ പൂവിലെ തേൻ പൂമ്പാറ്റ നുകരും പോലെ നുകരുമ്പോൾ അവൻ അവളോട് മറ്റെന്തോ വികാരം തോന്നാൻ തുടങ്ങിയിരുന്നു. ജ്വാലയുടെ പിടച്ചിൽ കൂടി. അവളുടെ കൈകൾ അവന്റെ നെഞ്ചിലെ രോമത്തിൽ പിടിമുറുക്കി. എന്നാൽ എപ്പോഴാണ് അഗ്നിയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ നിന്ന് മുന്നോട്ട് വന്നത്? ജ്വാലയ്ക്ക് അറിയില്ല അത്. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് വികാര തീവ്രതയിൽ അഗ്നിയുടെ കൈകൾ അവളുടെ ഇരുമാറിടത്തിലുമായി വന്നെത്തുക തന്നെ ചെയ്തു. ജ്വാല ഞെട്ടി. അവനീന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും അവൻ അവളിലെ മൃദുലത അറിയാൻ തുടങ്ങിയിരുന്നു. അവൾ പുറകിലേക്ക് വളഞ്ഞുപോയി. ദേവേട്ട എന്ന് വിളിച്ചു പുലമ്പി. അവന്റെ കൈകൾ അപ്പോഴും അവളുടെ ഉയർച്ച താഴ്ചകളിലായിരുന്നു. ദേവേട്ട, വേണ്ട. അവൻ നൽകുന്ന ലാളനയിൽ തന്നിൽ വരുന്ന വികാരങ്ങൾ അടക്കാൻ കഴിയാതെ ജ്വാല പറഞ്ഞു. അവനില്ല എന്ന പോലെ മൂളിക്കൊണ്ട് അവൻ ചെയ്യുന്ന പ്രവൃത്തി തുടർന്നു. ജ്വാലയാകെ വിയർത്തുപോയി. മാറിടത്തിൽ അറിയുന്ന സുഖമുള്ള നോവ്. അവൾ സ്വയം ചുണ്ടിൽ പല്ലുകൾ അഴ്ത്തി. അഗ്നിയുടെ കൈകളുടെ ചലനം അവിടെ അവസാനിക്കുമ്പോൾ പക്ഷെ മുഖം അങ്ങോട്ട് താഴ്ന്നു വരികയാണ് ചെയ്തത്. ജ്വാല വിറച്ചുകൊണ്ട് അവന്റെ കാലിൽ കൈമുറുക്കി, അവനെ വേദനിപ്പിക്കുന്നത് പോലെ. പക്ഷെ അത് അവനിലെ ആവേശം കൂട്ടുകയാണ് ചെയ്തത്. അഗ്നിയുടെ മുഖം അവളുടെ ടോപ്പ് താഴ്ത്തുന്നതോടൊപ്പം ഇത്രയും നേരം കൈകൾ വിശ്രമിച്ചിടത്തേക്ക് മുഖം ചേർന്നു. ജ്വാല പിടഞ്ഞുപോയി. അവന്റെ ചുണ്ടുകൾ അവിടെ ചലിക്കാൻ തുടങ്ങിയതും അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അത്രമേൽ ആ പെണ്ണിന് മനസ്സിലാവാത്ത എന്തോ ഒരു ഫീലിലേക്ക് അവൻ അവളെ എത്തിച്ചിരിക്കുന്നു. ജ്വാല അവനെ എത്ര അവളിലേക്ക് ചേർക്കാമോ അത്രയും ചേർത്ത് പിടിച്ചു. അഗ്നിക്ക് അവന്റെ നെറ്റിയിലെ മുറിവ് വേദനിക്കാൻ തുടങ്ങിയിരുന്നു. എങ്കിലും അവളിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. അത്രത്തോളം കൊതിക്കുന്നു അവളെ. അവന്റെ ദന്തങ്ങൾ പോലും അവിടെ അമരുന്നത് പോലെ. ജ്വാലയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഞെട്ടലോടെ അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ നീക്കം അവളെ പിന്നെയും അവനെ പുണരാൻ തന്നെ പ്രേരിപ്പിച്ചു. വയറിലും അലഞ്ഞു നടന്ന കൈകൾ പിന്നെയും എന്തോ മോഹിക്കുന്നുണ്ട്. അവളുടെ വസ്ത്രങ്ങൾ താൻ അകത്തി മാറ്റിയേക്കുമെന്നൊരു തോന്നലിൽ കൈകൾ ഉയർന്നു വന്നപ്പോഴാണ് അഗ്നി ആ ഒരു ബോധത്തിൽ ഞെട്ടിപ്പോയത്. അവൻ പതിയെ അവളിൽ നിന്ന് മുഖമുയർത്തി. തന്നെ കൂടുതൽ കൂടുതൽ അവളിലേക്ക് ചേർക്കുന്ന ജ്വാലയെ കണ്ട് അഗ്നിക്ക് ദേഹം പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. അല്പനിമിഷം മുൻപ് താൻ ചെയ്തു കൂട്ടിയതെല്ലാം അവൻ അപ്പോഴാണ് ഓർമ്മ വന്നത്. അവളുടെ ചുവന്നു വരുന്ന ശരീരവും വിറയ്ക്കുന്ന അതരവും അവനിലെ ആണിനെ എല്ലാ അർത്ഥത്തിലും ഉണർത്തിയിരിക്കുന്നു. അതെ, അവളെ സ്വന്താക്കാൻ തോന്നും വിധം അവന്റെ ശരീരം മാറിയിരിക്കുന്നു. അവൻ ഞെട്ടലോടെയാണ് ആ സത്യം മനസ്സിലാക്കിയത്.
തന്റെ മടിയിലിരിക്കുന്ന ആ കൊച്ചു പെണ്ണ് തന്നിലെ മാറ്റം മനസ്സിലാക്കുന്നുണ്ടോ എന്നവൻ ഉൾക്കിടിലത്തോടെ ആലോചിച്ചു. അടിവയറ് വിങ്ങുന്നു. അവൾ അറിയാൻ തോന്നുന്നു. അഗ്നിക്ക് അവളിൽ ആളിപ്പടരാൻ കൊതി തോന്നി. അവന്റെ കൈകൾ എത്ര വേണ്ടാന്ന് വെച്ചിട്ടും അവളുടെ മുട്ടുവരെ മാത്രം ഇറക്കമുള്ള ഡ്രസ്സിനകമേക്ക് അരിച്ചു കയറി. ജ്വാല ഞെട്ടിക്കൊണ്ട് അഗ്നിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ദേവേട്ടാ, അവൾ ഏങ്ങിക്കൊണ്ട് വിളിച്ചു. പക്ഷെ ആ വിളി അവൻ കേട്ടിരുന്നോ എന്ന് പോലും അവൾക്ക് സംശയം തോന്നി. ദേവേട്ടാ. അവന്റെ കൈകൾ പിടിച്ചു വെച്ച് അവളെ പിന്നെയും വിളിച്ചു. ഏ കുഞ്ഞ. അഗ്നി ഒരു പിടപ്പോടെ വിയർത്ത മുഖത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ജ്വാലയ്ക്ക് അവനോട് എന്തോ പറയാനുണ്ടായിട്ടും അതിന് കഴിയുന്നില്ല. അഗ്നിയോ അതെ, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയാത്ത ഒരവസ്ഥയിലാണ്. ദേവേട്ടാ. ആ ശബ്ദത്തിൽ അഗ്നി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. പകപ്പോടെ കണ്ണുകൾ തുറന്നവൻ അവളുടെ കാലിൽ നിന്നും കൈകൾ പൊടുന്നനെ മാറ്റി. അപ്പോഴും കണ്ണിൽ മറ്റെന്തോ ഭാവം നിറച്ച് കിതപ്പോടെ തന്നെ നോക്കുന്നവളെ കണ്ട് അവൻ ആകെ വല്ലാതായി. അവളുടെ നെഞ്ചിടിപ്പ് കൂടുന്നത് പോലെ മാറിടം ഉയർന്നു താഴ്ന്നു. അത്രത്തോളം ഞാൻ അവളിലെ സ്ത്രീയെ ഉണർത്തിയിരിക്കുന്നു. അഗ്നി ആകെ തളർന്നുപോയി. അവനത് മനസ്സിലായി. അടുത്ത നിമിഷം അഗ്നി അവളെ തന്നിലേക്ക് ചേർത്ത് ഇറുകെ പുണർന്നു. അവൾ കലങ്ങി വന്ന കണ്ണുകൾ പതിയെ അടച്ചു. കുഞ്ഞ. അവൾ മൂളി. വെയ്യടാ ദേവേട്ടന് വെയ്യ. എൻ്റെ കുഞ്ഞിനെ വേറെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നു എനിക്ക്, അവൻ പറഞ്ഞു. ജ്വാല അവനീന്ന് അകന്നു മാറി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അഗ്നിയുടെ നോട്ടവും അവളിലേക്ക് മാത്രമായി ചുരുങ്ങി. അവളുടെ കണ്ണുകളിൽ നിമിഷ നേരം കൊണ്ട് മിന്നിമായുന്ന ഭാവങ്ങൾ കണ്ട് അവരൊന്ന് നിശ്വസിച്ചു. ആകെ തിളച്ചു പറയുന്ന മനസ്സിനുള്ളിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന ചിന്തയാണ്. അവളുടെ കണ്ണുകളിൽ നിന്നും അവളുടെ മനസ്സ് വായിച്ചു അവൻ. അഗ്നി ശ്വാസം വലിച്ചു വിട്ടു. അവന്റെ നോട്ടം അവളുടെ വസ്ത്രത്തിലേക്ക് പോയി. അവളുടെ ടോപ്പിന് താഴെയിട്ടിരിക്കുന്ന ഷോർട്സ് അവന് കാണുന്നത് പോലെ വസ്ത്രം ഉയർന്നിട്ടുണ്ട്. പിടച്ചിലോടെ അവൻ പെട്ടെന്ന് ആ വസ്ത്രം വലിച്ചു താഴ്ത്തി നേരെ ഇട്ടുകൊടുത്തു. ജ്വാല അവനെ ഒരു വെപ്രാളത്തോടെ നോക്കി. കണ്ണുകൾ വല്ലാതെ പിടച്ചു. അത് കണ്ട് അവനീന്ന് അതുവരെ അവളോട് തോന്നിയ എല്ലാ വികാരങ്ങളും കെട്ടടങ്ങിപ്പോയി. പാവം, അവൻ മനസ്സിൽ പറഞ്ഞു. അഗ്നി കൈകൾ ചുരുട്ടി ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. ദേവേട്ടാ, അവളെ വിളിച്ചു. അവൻ കണ്ണു തുറന്നു. പെണ്ണിന്റെ ശരീരം ആകെ ചുവന്നിട്ടുണ്ട്. എന്താടാ, കുഞ്ഞു പേടിച്ചു പോയോ? അവൻ വാത്സല്യത്തോടെ ചോദിച്ചു. എന്തിനാ ഇങ്ങനെയൊക്കെ? നിക്ക് എന്തൊക്കെ തോന്നണു? അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. അഗ്നി അവളെ പ്രണയത്തോടെ നോക്കി. എന്താ തോന്നുന്നേ? എന്നോട് പറയടാ. അവൻ അവളുടെ കവിളി തഴുകി. നിക്ക് അത് പിന്നെ. ജ്വാലയുടെ മുഖം കൂടുതൽ ചുവന്നുപോയി. പിന്നെ? അവനിൽ ആകാംക്ഷ. അത് ഇവിടെ ഉമ്മ വെക്കുമ്പോ നിക്ക്. അവൾ അവളുടെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് വിറയലോടെ എന്തോ പറയാൻ ശ്രമിച്ചു. അഗ്നിയുടെ നെഞ്ചിപ്പോ ഇടിച്ചു പൊട്ടും എന്ന പോലെയായി. നിനക്ക് പറയൂ കുഞ്ഞ. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവള് പെട്ടെന്ന് അവനെ ചുറ്റിപ്പിടിച്ച് നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കളഞ്ഞു. അഗ്നിയുടെ കൈകൾ അവളുടെ ശരീരത്തിൽ പ്രണയത്തോടെ അലഞ്ഞു. ആ നിമിഷം അവളുടെ കൈകളും തന്റെ പുറത്താകെ അലിയുന്നത് അവനും അറിഞ്ഞിരുന്നു. ഇരുവരുടെയും മനസ്സുകൾ തമ്മിൽ ഒരു പിടിവലി നടക്കുകയാണ്. അവനെ കൂടുതൽ തന്നിലേക്ക് അടക്കിപ്പിടിക്കാനാണ് ജ്വാലയ്ക്ക് തോന്നിയത്. പക്ഷെ അവൾ തന്നെ ഇങ്ങനെ അടക്കിപ്പിടിക്കുന്തോറും തന്നിലെ നിയന്ത്രണം വീണ്ടും നഷ്ടപ്പെടുന്നത് പോലെയാണ് അവന് തോന്നിയത്. പെട്ടെന്ന് അഗ്നി അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. നിമിഷങ്ങളോളം ആ ചുണ്ടുകൾ തമ്മിൽ അതുപോലെ തന്നെ നിന്നു. അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞില്ല. പക്ഷെ രണ്ടുപേരും കണ്ണടച്ചിരിക്കുകയായിരുന്നു. ദേവേട്ടാ. അവന്റെ ചുണ്ടുകൾ തന്നീന്ന് അകന്ന നിമിഷം കാറ്റുപോലുള്ള ശബ്ദത്തിൽ അവൾ വിളിച്ചു. കുഞ്ഞാ. അവന്റെ സ്വരവും അതുപോലെ പതിഞ്ഞിരുന്നു. കണ്ണുകൾ തമ്മിലിടഞ്ഞു. പതിയെ അവളുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു. അഗ്നി ഒരു ചിരിയോടെ അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ജ്വാലയും അവനെ ചുറ്റിപ്പിടിച്ചു. ആ നിമിഷം രണ്ടുപേരുടെയും ചുണ്ടുകളിൽ ഒരുപോലെ വിരിഞ്ഞ നിറഞ്ഞ പുഞ്ചിരിക്ക് പോലും പ്രണയത്തിന്റെ മധുരമായിരുന്നു. നേരം കുറച്ച് മുന്നോട്ട് പോയി. കുഞ്ഞാ, എന്നാലും ഞാൻ അവിടെ അങ്ങനെയൊക്കെ ചെയ്തപ്പോ എൻ്റെ കുഞ്ഞിന് എന്താ തോന്നിയേ? അത് പറഞ്ഞില്ലല്ലോ. അല്പനേരം കഴിഞ്ഞതും അഗ്നി ജ്വാലയുടെ പുറത്ത് തഴുകിക്കൊണ്ട് അവളുടെ മാറിടത്തിലേക്ക് നോക്കി കുറുമ്പോടെ ചോദിച്ചു. ജ്വാല അവന്റെ നെഞ്ചിൽ ഒരു കടി കൊടുത്തു. ആ! അഗ്നി വേദനയോടെ പറഞ്ഞു. അവള് മുഖമുയർത്തി അവനെ നോക്കി. എന്തിനാടി യക്ഷി, നിന്റെ യക്ഷിപ്പല്ല് വെച്ച് നീ എന്നെ കടിച്ചേ? അവൻ നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി. പിന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യാ? ജ്വാല അവനീന്ന് മുഖം മാറ്റി പിടച്ചിലോടെ ചോദിച്ചു. അഗ്നി കുറുമ്പോടെ അവളുടെ മുഖം അവന് നേരെ തിരിച്ചു പിടിച്ചു. ജ്വാല ചുവന്നുപോയ മുഖം അവനീന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. അച്ചോടാ, ഞാൻ കാണാതിരിക്കാനാണോ എൻ്റെ പൂച്ചക്കുട്ടിയും മുഖം കൊണ്ട് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ മുഖം രണ്ട് കൈകൊണ്ടും പിടിച്ച് അവന് നേരെയാക്കി. ജ്വാല പതറിക്കൊണ്ട് അവനെ നോക്കി. നാണാണോ? അവളുടെ മുഖം കണ്ട് അവൻ ചോദിച്ചു. അവള് മൂളി. എന്തിനാ?
അവൻ ചിരിയോടെ ചോദിച്ചു. എന്തിനാ അങ്ങനെയൊക്കെ? ഇഷ്ടം കൊണ്ട്. അവൾ ചോദിച്ചതും അവൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. ഇഷ്ടം വന്നാ ഇങ്ങനെയൊക്കെ ചെയ്യാ? അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ച് കളിച്ചുകൊണ്ട് നാണത്തോടെ ചോദിച്ചു. ഇങ്ങനെ മാത്രമൊന്നല്ല, വേറെയുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ, അവൻ കുസൃതിയോടെ പറഞ്ഞു. ഇനി എന്താ? ജ്വാലയ്ക്ക് സംശയം. അവൻ അവളെ ചിരിയോടെ നോക്കി. അതൊക്കെ ഉണ്ട്, വേഗം അതെല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട് ഞാൻ. അവൻ അവളെ ആകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞു നോക്കി. അത് കണ്ട് ജ്വാല അവനെ മിഴിച്ചു നോക്കി. എന്തിനാ അങ്ങനെ നോക്കണേ? അവൾ വിക്കി. വെറുതെ. എന്തൊരു സോഫ്റ്റ് എൻ്റെ കുഞ്ഞിന്റെ ശരീരം. ഇവിടെയൊക്കെ തൊടുമ്പോ ഒരു പഞ്ഞിൽ പിടിച്ച് അമർത്തുന്ന പോലെയുണ്ട്. അവൻ അവളുടെ മാറിടത്തിലേക്ക് നോക്കിക്കൊണ്ട് അവളെ നോക്കി കണ്ണിറുക്കി. ദേവേട്ടാ, അവള് വിറയലോടെ വിളിച്ചു. സത്യമായിട്ടും എന്തൊരു സോഫ്റ്റ് എൻ്റെ കുഞ്ഞിന്റെ ദേഹം. എനിക്കുണ്ടല്ലോ അവിടേക്ക് കാണാൻ തോന്നുക. അവന്റെ സ്വരം ആർദ്രമായി. എന്തിനാ? അവൾക്ക് വെപ്രാളം. വെറുതെ, എല്ലാം ഒന്ന് കണ്ടിരിക്കുന്ന നല്ലതല്ലേ? അവന് ചിരിയാണ്. അയ്യേ, ഇത് എന്തൊക്കെയാ പറയണേ? പോ. ജ്വാല അവനെ കളിയോടടിച്ചു. ഞാൻ കാണും. അവൻ പെട്ടെന്ന് പറഞ്ഞതും ജ്വാല ഞെട്ടി. എന്ത് കാണും? അവള് വെപ്രാളത്തോടെ ചോദിച്ചു. നിന്നെ. അവനിൽ കുറുമ്പാണ്. അവൾ അവനെ സംശയത്തോടെ നോക്കി. ഓ, ഇനിയിപ്പോ അതാലോചിച്ചിരിക്കണ്ട. അതൊക്കെ കാണാൻ ഇനി സമയമുണ്ടല്ലോ. ബാ, നമുക്കിപ്പോ താഴേക്ക് പോവാ. എനിക്ക് വിശക്കുന്നു, അഗ്നി പറഞ്ഞു. എന്ത് കാണുന്ന? അത് പറ. ജ്വാലയ്ക്കത് അറിഞ്ഞേ പറ്റൂ. അറിയണോ? അവള് മൂളി. എല്ലാം കാണും. അതിനിപ്പോ എന്തത്ര സംശയം? അവൻ കൂസലില്ലാതെ പറഞ്ഞു. ജ്വാല അമ്പരന്ന് പോയി. അഗ്നിക്ക് ചിരി വന്നു. ആന്ന്, എല്ലാം കാണും. എല്ലാന്ന് വെച്ചാ അന്ന് ദേവേട്ടൻ മോളെ കുളക്കടവിന്ന് കണ്ടില്ലേ, അതുപോലെ. അവന്റെ കണ്ണുകളിൽ പെട്ടെന്ന് മറ്റെന്തോ ഭാവം നിറഞ്ഞു. ജ്വാല അവനെ വാ പൊളിച്ചു നോക്കി. അത് കണ്ട് അഗ്നി ശരിക്കും ചിരിച്ചുപോയി. വാടച്ചു വെക്കുപെണ്ണ്, എല്ലാം മനസ്സിലാവും. സമയമുണ്ടല്ലോ. ഇപ്പൊ വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അവൻ അവളോട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് നോക്കി. അവിടെ ആകെ ചുവന്ന് കിടപ്പുണ്ട്. ഒപ്പം അവന്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങിയ ഭാഗം വട്ടത്തിൽ ചുവന്നിട്ടുണ്ട്. അഗ്നി പതിയെ അതിലൊന്ന് തൊട്ടു നോക്കി. അവൾ എരിവലിച്ചു. വേദനിച്ചോ? അവള് മൂളി. നല്ലോണം വേദനിച്ചോ? അഗ്നി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇഷ്ടം കൊണ്ടല്ലേ, വേദനിച്ചില്ല, അവൾ ചിരിയോടെ പറഞ്ഞു. അഗ്നിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ പതിയെ ആ പാടിൽ ചുണ്ടുകൾ അമർത്തി. ജ്വാല വിറച്ചുകൊണ്ട് അവന്റെ ഷോൾഡറിൽ കൈവച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇനി വേദന പൊക്കോളൂട്ടോ, അവൻ ആർദ്രമായി പറഞ്ഞതും ജ്വാല അവന്റെ മുഖം പതിയെ പിടിച്ചു ചിരിച്ചു. അഗ്നിയുടെ മുഖം ചുളിഞ്ഞു വന്ന നിമിഷം ജ്വാല അവൾക്കേറെ ഇഷ്ടപ്പെട്ട അവന്റെ മൂക്കിന് നേരെ സൈഡിലായി കാണുന്ന ആ കുഞ്ഞു മറുകിൽ പതിയെ ചുംബിച്ചു. അവന്റെ ചൊടികൾ വിടർന്നു പോയി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഐ ലവ് യു കുഞ്ഞ. അവൻ അവളുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു. ഐ ലവ് യു ടു ദേവേട്ടാ. അവൾ അതേപോലെ അവന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അഗ്നിയുടെ കണ്ണുകൾ തിളങ്ങി. ആഹാ, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയോ? അവൻ കുറുമ്പോടെ ചോദിച്ചു. ഞാൻ പറയൂലോ, ഇപ്പൻ്റെ മനസ്സ് ദേവേട്ടൻ അറിയില്ലേ, പിന്നെ ഞാനെന്തിനാ മറച്ചു വെക്കണേ? അവളിൽ ചിരിയാണ്. ആണോ? എന്ന ഒരു തവണ കൂടി പറ, അവൻ പറഞ്ഞു. ജ്വാല ചിരിയോടെ അവന്റെ മുഖം രണ്ട് കൈയിലുമായി കോരിയെടുത്തു. അഗ്നി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവളുടെ നോട്ടോ അവന്റെ തിളങ്ങുന്ന പൂച്ച കണ്ണുകളിലായിരുന്നു. ഐ ലവ് യു ദേവേട്ടാ, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. അത്രയും പറഞ്ഞ് അവന്റെ ചുണ്ടിൽ ഒരു ഉമ്മ കൂടി കൊടുത്തു ജ്വാല. അവൻ അവളെ പ്രണയത്തോടെ നോക്കി. ആ നോട്ടം താങ്ങാനാവാതെ അവൾ വിയർക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കിയിരുന്ന് എന്നെ പ്രലോഭിപ്പിക്കാതെടി പൂച്ചക്കുട്ടി, ചിലപ്പോ ഞാൻ വേറെന്തെങ്കിലും ചെയ്തോ? അവൻ അവളെ നോക്കി കടിക്കുന്നത് പോലെ കാണിച്ചു. പോ ദേവേട്ട, അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു. ജ്വാല അപ്പോഴാണ് അവന്റെ ഷർട്ട് ശ്രദ്ധിക്കുന്നത്. അല്പം മുൻപ് കഴിഞ്ഞുപോയ ഏതോ ഒരു നിമിഷത്തിൽ അവന്റെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചപ്പോൾ തുറന്നുപോയ അവന്റെ ഷർട്ട് ബട്ടൺ പൊട്ടിപ്പോയിട്ടുണ്ട്. അത് കണ്ട് അവൾക്ക് ചമ്മല് തോന്നിയെങ്കിലും അവന്റെ ഷർട്ട് താഴ്ന്നു കാണുന്ന നെഞ്ചിന്റെ ഭാഗത്ത് ഹാർട്ട് ഷേപ്പ് പോലെ എന്തോന്ന് അവൾ മിന്നായം പോലെ കണ്ടു. അവളുടെ നോട്ടം കണ്ട് അഗ്നിയും അങ്ങോട്ട് നോക്കി. ജ്വാല എന്ന് പേരെഴുതിയ ടാറ്റൂവിന് ചുറ്റുമുള്ള ഹാർട്ടിന്റെ ചെറിയൊരു ഭാഗം പുറത്തേക്ക് കാണുന്നുണ്ട്. അഗ്നി അവളെ ഒന്ന് പാളി നോക്കി. പെണ്ണ് മുഖമൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ട് അവന് ചിരി വന്നെങ്കിലും അവനത് ശ്രദ്ധിക്കാത്തതുപോലെ ഷർട്ട് മുകളിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. തുടരും.